ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ലേ, ക്രമീകരണവും തിരഞ്ഞെടുക്കലും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് കോമ്പിനേഷൻ അല്ലേ, രണ്ടും. ഒന്ന് ക്രമീകരിക്കുക, ഒന്ന് തിരഞ്ഞെടുക്കുക. ക്രമീകരിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുക. അപ്പോൾ ക്രമീകരണമാണ് നമ്മൾ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻസ്, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് പെർമ്യൂട്ടേഷൻസ് ആയാലും കോമ്പിനേഷൻസ് ആയാലും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൗണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു. അത് കൗണ്ടിങ്ങുമായി, എണ്ണുക എന്നുള്ള ഒരു പ്രൊസീജിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൗണ്ടിങ്ങിന് ആണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഈ രണ്ട് കാര്യങ്ങൾക്കും, ഏത് പെർമ്യൂട്ടേഷൻ ആയാലും കോമ്പിനേഷൻസ് ആയാലും. അപ്പോൾ കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന n ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് n എന്ന് പറയുന്ന ക്രമമായിട്ടുള്ള ഗുണിതം, ആ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു തന്നു. എങ്ങനെയാണ് n ഫാക്ടോറിയൽ കാണുക, അതൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇനി ഈ എന്താ പറയുക, n ഫാക്ടോറിയൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക. ഒന്ന് രണ്ട് കണക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് പ്രോബ്ലംസ്. ഹൗ ടു ആഡ് ടു നമ്പേഴ്സ് വിച്ച് ഗിവൺ ആസ് ഫാക്ടോറിയൽസ് ആയിട്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത്. ഇനിയും അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു കാൽക്കുലേഷൻസിൽ തെറ്റുകൾ വരുത്താതിരിക്കാൻ ആ ഫാക്ടോറിയൽ മാത്രം ചെയ്യുന്ന ക്രിയകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് പരിചയപ്പെട്ടിട്ട് നമ്മളുടെ ശരിക്കുള്ള ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹൗ ടു ആഡ് ടു ഫാക്ടോറിയൽസ്, ഹൗ ടു ഡിവൈഡ് ഫാക്ടോറിയൽസ് ആൻഡ് ഹൗ ടു സബ്ട്രാക്ട് ഫാക്ടോറിയൽസ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്താലോ, ജസ്റ്റ് വേഗം ഒന്ന് മനസ്സിലാക്കാൻ അറിയായിരിക്കും കുറേ പേർക്കൊക്കെ. കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. മാത്രമല്ല നമ്മൾ നോട്ടുകൾ സെൻഡ് ചെയ്യുന്നത് ആ എടുക്കുന്ന ക്ലാസ്സിൻ്റെ തന്നെയാണ്. ആ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളതും നോക്കി മനസ്സിലാക്കാം. ഇനിയും അത് ചെയ്തതോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ആഡ്, നമുക്കൊന്ന് ആഡ് ചെയ്യാം 2 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ. നമ്മൾ അതിനു മുമ്പ് ഒന്ന് പറയാം, n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഏതൊരു സംഖ്യയുടെയും റിപ്പീറ്റഡ് എന്താ പറയുക പ്രോഡക്റ്റുകൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതൊരു സംഖ്യ കൗണ്ട് ചെയ്തിട്ട് അതിന് റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നതാണ് n ഫാക്ടോറിയൽ. ക്രമഗുണിതം എന്ന് തന്നെയാണ് അതിൻ്റെ ക്രമഗുണിതം, n എന്നാണ് അതിനെ വായിക്കുക. ഫാക്ടോറിയൽ എന്ന വാക്ക് ക്രമഗുണിതം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് n ഫാക്ടോറിയൽ അങ്ങനെ വായിക്കണം. n ഇട്ടിട്ട് ഒരു നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ ഒരു വരയും ഒരു അടിയിൽ ഒരു കുത്തും. റെഡ് ആസ് ഫാക്ടോറിയൽ, അതിനെ വായിക്കുന്നത് നമ്മൾ n ഫാക്ടോറിയൽ എന്നാണ്, ക്രമഗുണിതം n എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫാക്ടോറിയൽ നമുക്ക് പറയാം, ഏതൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് അതിനെ ഗുണിക്കുക. അതായത് ഇപ്പോൾ ഒരു സംഖ്യ, ഇപ്പോൾ n ഫാക്ടോറിയലിന് പകരം ഞാൻ 3 ഫാക്ടോറിയൽ എന്ന് തന്നാൽ ഇറ്റ് ഈസ് നോൺ ആസ് 3 × 2 × 1. നമ്മളെപ്പോഴും അതൊരു ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ആണ് നമ്മൾ നോക്കുക. കാരണം ആ തന്നിരിക്കുന്ന നമ്പറോടെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ 1 വരെ എഴുതുക. 1 നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കോമൺ ഒരു 1 തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. 1 എന്ന് പറയുന്നത് കൊണ്ട് ഗുണിച്ചാലും വിൽ ഗെറ്റ് ദ സെയിം ആസ് ദ തൊട്ട് മുന്നിലുള്ള സംഖ്യ വരെ ഗുണിക്കുന്ന ആൻസർ തന്നെയാണ് നമുക്ക് വീണ്ടും 1 കൊണ്ട് ഗുണിച്ചാലും കിട്ടുക. അപ്പോൾ ഇതിലെങ്കിലും കുഴപ്പമില്ല. സോ 3 ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2 × 1 ആണ്. 3യുടെ ഫാക്ടോറിയൽ ഇറ്റ് ഗിവ്സ് 6 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെ നമുക്കിത് ഇനി കൂട്ടേണ്ടതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഇപ്പം 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 1, ദാറ്റ് മീൻസ് 2 ആണ്. പ്ലസ് 4ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? 4 × 3 × 2 × 1 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 × 1 2 തന്നെയാണ്. പ്ലസ് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 12, 12 × 2 24. സോ ദ ആൻസർ ഈസ് 26 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ രണ്ട് സംഖ്യകളുടെ ഫാക്ടോറിയൽസ് തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫാക്ടോറിയൽ എഴുതുക, എന്നിട്ട് ആ കിട്ടിയ ആൻസേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അല്ലാതെ 2ന്റെ കൂടെ 4 ആഡ് ചെയ്തു എന്നിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അത് ബോത്ത് മാസമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ 2 ഫാക്ടോറിയൽ കാണുക, 4 ഫാക്ടോറിയൽ സെപ്പറേറ്റ് കാണുക, അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് രണ്ടും കൂടി ആഡ് ചെയ്യുക. കിട്ടിയ ആൻസേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 2 ഫാക്ടോറിയൽസ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ
കാണിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ഒരെണ്ണമൊക്കെ മതിയാകും, നമുക്ക് അധികം എക്സാമ്പിൾസിൻ്റെ ആവശ്യമില്ല, കാരണം അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യുന്നത് ഒരെണ്ണം ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള ഒരു ക്രിയ ആണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 6 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ. സെയിം വേ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ, ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മൈനസും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എഴുതാം 6 ഫാക്ടോറിയൽ മീൻസ് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 വരെ ഞാൻ എഴുതുന്നുള്ളൂ. മൈനസ് 3 ഫാക്ടോറിയൽ മീൻസ് 3 ഇൻറ്റു 2 അത്ര എഴുതുന്നുള്ളൂ. 1 നമ്മൾ പതുക്കെ തൽക്കാലത്തേക്ക് മാറ്റിയൊക്കെ 1 എഴുതിയതും എഴുതാത്തതും സെയിം എന്താ പറയുക കാൽക്കുലേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഇൻറ്റു 5 30, 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 4 12 ഇൻറ്റു 2 24. അപ്പോൾ നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 24 നമുക്ക് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് 30 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 12 ബാലൻസ് 1 6 പ്ലസ് 1 7 ആണ്. 720. നമുക്ക് ഈ ഭാഗം ചെയ്യുമ്പോൾ 720 കിട്ടും. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 720 കിട്ടും. അതിൽ നിന്ന് ഒരു 6 മൈനസ് ചെയ്യണം. 720 നിന്ന് 6 മൈനസ് ചെയ്താൽ 714. അപ്പോൾ അതിൻ്റെ ക്രിയ നമുക്ക് അത്രയും കിട്ടും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടോറിയൽസ് സെപ്പറേറ്റ് കാണുക, കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ അങ്ങോട്ട് മൈനസ് ചെയ്യുക. കിട്ടിയല്ലോ. ഇനി മറ്റൊരു ക്രിയയാണ് ഡിവൈഡ് വരികയാണെങ്കിൽ, ഡിവൈഡ് മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവൈഡ് ആയാലും ഒക്കെ എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. അടുത്തത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ എന്ത് ചെയ്യണം? 5 ഫാക്ടോറിയലിൻ്റെ ആൻസർ മുകളിൽ ചെയ്താൽ ബൈ 3 ഫാക്ടോറിയൽ ചെയ്താൽ ഇൻറ്റു 2 ഫാക്ടോറിയലും ചെയ്താൽ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെയ്യാം ബാക്കിയുള്ളത്. 5 ഫാക്ടോറിയൽ മീൻസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ആണ്. ബൈ 3 ഫാക്ടോറിയൽ മീൻസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇൻറ്റു നമുക്ക് വീണ്ടും 2 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ നമ്മൾ 1 ഞാൻ മുകളിലോ എവിടെയും എഴുതിയില്ല. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ വെട്ടിക്കളയാലോ. 2 വെട്ടിപ്പോകും. വീണ്ടും ഈ 2 4 കൊണ്ട് നമുക്ക് വെട്ടി അവിടെ 2 എഴുതാം. 4 2 പ്രാവശ്യമാണ് പോകുക. 4 വീണ്ടും 3നെ നമുക്ക് 3 കൊണ്ട് വെട്ടാം. 3 പോയി. ബാക്കി റിമൈനിങ് ഈസ് 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 10 എന്നാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പെർമ്യൂട്ടേഷൻസിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന n ഫാക്ടോറിയലിൻ്റെ ക്രിയകൾ, അതായത് അതിൻ്റെ എന്താ പറയുക, നമ്മൾ ചില സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരുമിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3ൻ്റെ ഫാക്ടോറിയൽ എഴുതി, 2ൻ്റെ ഫാക്ടോറിയൽ ഇത് മാത്രമുള്ളായിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വന്നേനെ? 5 ഇല്ല. ദാറ്റ് മീൻസ് നമുക്ക് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണെങ്കിൽ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 2 12 ആണ്. അപ്പോൾ 12 കിട്ടിയാണ്. ഇവിടെ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്തപ്പോൾ നമ്മൾ 5ൻ്റെ ഫാക്ടോറിയൽ മുകളിൽ എഴുതി, ന്യൂമറേറ്ററിൽ എഴുതി, ഡിനോമിനേറ്ററിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു. സോ ദ ആൻസർ ഈസ് 10 എന്ന് കിട്ടും. ഉത്തരം 10 ആണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടി ചെയ്തതാണ്. കാരണം ഇന്നത്തെ നമ്മളുടെ പഠിക്കാനുള്ള കാര്യത്തിലും ഇതൊക്കെ കയറി വരും. അന്നേരം നമുക്ക് അവിടെ സംശയങ്ങളും ഉണ്ടാകരുത്. അപ്പോൾ നോക്കാം, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. അതിലെ പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുക. എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻസ്, എന്താ അതിൻ്റെ മലയാളം മീനിങ് എന്താണ്? ക്രമീകരണം. പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഈ പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. 2 ടൈപ്പാണ്. ഒന്ന് റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷനും റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് നോൺ റിപ്പീറ്റഡ്, ആവർത്തിക്കാത്തത്. എന്തായിരിക്കും അത് അർത്ഥം? അതായത് റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷനും നോൺ റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻ. അതായത് ഇപ്പോൾ ചില വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ സംഖ്യകൾ എഴുതുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സംഖ്യ നമുക്ക് തന്നിട്ട് ഒരു വലിയ സംഖ്യ തന്നിരിക്കുന്നു, എന്നിട്ട് ആ സംഖ്യ ഉപയോഗിച്ച് നമുക്ക് എത്ര ക്രമീകരണങ്ങൾ, എത്ര അറേഞ്ച്മെൻറ്റ്സ് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീനിങ് പെർമ്യൂട്ടേഷൻ്റെ അറേഞ്ച്മെൻ്റ് എന്നാണ്. മലയാളത്തിൽ നമ്മൾ അതിനെ ക്രമീകരണം എന്ന് വിളിക്കും. അപ്പോൾ കുറച്ച് സംഖ്യകളോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ നമുക്ക് തന്നിട്ട് അത് ചിലപ്പോൾ ആ ലെറ്റേഴ്സിനകത്ത് ഇപ്പോൾ ഒരു വേർഡ് വരികയാണ്, ചില ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആവർത്തിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ചില വേർഡുകൾ എഴുതുമ്പോൾ അതിനകത്ത് ചില ലെറ്റേഴ്സ് ആവർത്തിക്കുന്നത് കാണാം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുടെ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റുകളും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തല്ല, അക്ഷരങ്ങൾ ഓൺലി വൺസ് യൂസ്ഡ് ഇൻ ദാറ്റ് വേർഡ്, ഓരോ അക്ഷരങ്ങളും ഒറ്റ പ്രാവശ്യം മാത്രമേ ആ ഒരു വാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സംഖ്യകൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ നോൺ റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുക. അപ്പം നമുക്ക്
എന്താണെന്ന് നോക്കാം ഇത് ഓരോന്നും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് നമുക്ക് തരുകയാണെങ്കിൽ അതിനകത്ത് ലെറ്റേഴ്സ് ഒന്നിലധികം പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാകും. ഹൗ ടു ഫൈൻഡ് ദ എന്താ പറയുക പെർമ്യൂട്ടേഷൻസ് ഓർ അറേഞ്ച്മെന്റ്സ് വിച്ച് ക്യാൻ വി മേക്ക്. നമുക്ക് അതിനകത്ത് ആ തന്നിരിക്കുന്ന വാക്ക് ഉപയോഗിച്ച് എത്ര രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്താം. ദ നമ്പർ ഓഫ് വേസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എത്ര ക്രമീകരണങ്ങൾ നമുക്ക് ആ ഒരു വാക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരുന്ന വാക്കാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരുന്ന വാക്കായിക്കോട്ടെ, ഇവ രണ്ടും ഉപയോഗിച്ച് എന്താണ് ഇവ തമ്മിൽ വ്യത്യാസം, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, നമുക്ക് ഇത് രണ്ടും എങ്ങനെ വ്യത്യാസം മനസ്സിലാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ്, എന്താണ് റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻ ആൻഡ് നോൺ റിപ്പീറ്റഡ്, ആവർത്തിക്കുന്ന ക്രമീകരണവും ആവർത്തിക്കാത്ത ക്രമീകരണവുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ചില വാക്കുകൾ, ഇപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ലാപ്ടോപ്പ് എന്ന് പറയുന്ന വാക്ക്, ലാപ്ടോപ്പ് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് കാണാം പി എന്ന് പറയുന്ന ഒരു അക്ഷരം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു വേർഡ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ മെനി അറേഞ്ച്മെന്റ്സ് വി ക്യാൻ മേക്ക് യൂസിങ് ദീസ് ലെറ്റേഴ്സ്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര ക്രമീകരണങ്ങൾ, എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നുള്ള ചോദ്യമാണ്. എത്ര വേസ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിനുള്ള ഇക്വേഷൻ ഇതാണ്, n ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് യൂസ്ഡ് ടു ഫോം ദാറ്റ് വേർഡ്. ആ വേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആകെ അക്ഷരങ്ങളുടെ എണ്ണം, that is called n factorial by. പിന്നെ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? താഴെ നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. മുകളിൽ ന്യൂമറേറ്ററിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണോ അതിന്റെ ഫാക്ടോറിയൽ കാണാം. താഴെ റിപ്പീറ്റ് ചെയ്യുന്ന ഫാക്ടോറിയൽസ്, റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഫാക്ടോറിയൽസ് ചെയ്താൽ. അപ്പൊ ഫാക്ടോറിയൽസ് ഓഫ് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? എത്ര തരത്തിൽ നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാം. എന്താണ് നമുക്ക് നോക്കിയേ. അപ്പൊ നമുക്ക് ഈ ആ ഒരു ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ? ലാപ്ടോപ്പ് എന്ന് പറയുന്ന LAPTOP എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ എത്ര രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും എന്നാണ്. മൊത്തം അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ലെറ്റേഴ്സ് ആണ്. സോ 6 ഫാക്ടോറിയൽ ബൈ. ഇനി ഏതാണ് നമുക്ക് ഇവിടെ ആവർത്തിക്കുന്നത്? ഏതാണ് നോക്കുക. ഇതിനകത്ത് പി എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പി എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 ടൈംസ്. അപ്പൊ ആ 2 ഫാക്ടോറിയൽ ഇതാ. ഫാക്ടർ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ ഫാക്ടോറിയൽ ആണ് അല്ല. റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ 2 ഫാക്ടോറിയൽ. റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ, പി മാത്രമാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന വാക്കില്. അപ്പൊ 2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 × 5 × 4 × 3 × 2 ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 മാത്രമേ ഉള്ളൂ. 2 × 1 അല്ലെങ്കിൽ 2 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാണ്? 4 × 3 12, 6 × 5 30. 12 × 30 ആണ് ഇവിടെ ഇതാ. 12 × 30. 12 × 3 നമുക്കറിയാം 36. 360 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് 360 വേസ് വി ക്യാൻ അറേഞ്ച് ദ ലെറ്റേഴ്സ് യൂസിങ് ദ വേർഡ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ച് 360 രീതികളിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? റിപ്പീറ്റഡ് എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനിൽ വരുന്നത് എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനെയാണ് നമ്മൾ റിപ്പീറ്റഡ് എന്ന് വിളിക്കുക. അപ്പൊ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതിയാണ്, അതിന് വേറെ രീതിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം എന്ന് പറയുന്നത് മുകളിൽ ന്യൂമറേറ്ററിൽ ഇതാ ബൈ ഏത് അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു അത് അതിന്റെ ഫാക്ടോറിയൽസ് അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് ഇതാ. ഓക്കെ. അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വാക്ക് ഉപയോഗിക്കാം. അത് എന്താ പറയാ? മിസിസിപ്പി മറ്റൊരു വാക്കാണ്. മിസിസിപ്പി ഇതാണ് അടുത്ത വാക്ക്. നോക്കാം, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ദർ ആർ എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് വിച്ച് ആർ റിപ്പീറ്റിംഗ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മിസിസിപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നോക്കിയാൽ ഇവിടെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് കംസ് അണ്ടർ ദ റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻ. നമുക്കറിയാം റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷനിനകത്താണ് ഈ ഒരു മിസിസിപ്പി എന്ന് പറയുന്ന വാക്ക് വരിക. അവിടെയല്ലല്ലോ വരിക അല്ലെ.
റിപ്പീറ്റഡ് ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം ഇതുപോലെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. n ഫാക്ടോറിയൽ ബൈ ഫാക്ടോറിയൽസ് ഓഫ് റിപ്പീറ്റിംഗ് ലെറ്റേഴ്സിന്റെ ഫാക്ടോറിയൽസ് ചെയ്താൽ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എഴുതണമല്ലോ. ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11. മിസിസിപ്പി എന്ന് പറയുന്ന വാക്കിൽ നമുക്ക് എത്ര അക്ഷരങ്ങൾ കാണാൻ സാധിക്കും? 11 അക്ഷരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ 11 പ്രാവശ്യം അക്ഷരങ്ങളുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 മിസിസിപ്പി എന്ന് പറയുന്ന വാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ 11 ഫാക്ടോറിയൽ അത് മുകളിൽ എഴുതണം ബൈ. ഇനി ഏതൊക്കെ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്ക. എസ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 4 ഫാക്ടോറിയൽ 4 പ്രാവശ്യം എസ് എന്ന് പറയുന്ന അക്ഷരം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അഗൈൻ നോക്ക 1 2 3 4 പ്രാവശ്യം വീണ്ടും നമ്മളുടെ ഐ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ഫാക്ടോറിയൽസ് എഴുതണം നമ്മൾ. അപ്പൊ എസ് 4 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 4 ഫാക്ടോറിയൽ എഴുതി. വീണ്ടും അടുത്ത 2 ഐ എന്ന് പറയുന്നത് 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ 4 × 4 ഫാക്ടോറിയൽ എഴുതി. ഇനിയുണ്ടോ? ഉണ്ടല്ലോ. നോക്കിയേ നിങ്ങൾക്ക് പി എന്ന് പറയുന്ന അക്ഷരം 2 പ്രാവശ്യമുണ്ട്. സോ 2 ഫാക്ടോറിയൽ. ഇതൊക്കെ ഇൻഡ്യൂട്ട് എഴുതേണ്ടതാ. അതിനാണ് തൊട്ട് മുന്നിൽ നിങ്ങളെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു എന്താ പറയുക ഒരു സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇങ്ങനെയുള്ള ഒരു സാധനം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഫാക്ടോറിയൽസ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്ന് നമ്മൾ കണ്ടത്. ഇൻഡുവും വന്നു, ഡിവിഷനും വന്നു, കണ്ടല്ലോ. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നോക്കാം. ഇനി ഏതെങ്കിലും ഉണ്ട് റിപ്പീറ്റ് ചെയ്യാത്ത ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. അത് എം മാത്രം. ഐ 4 പ്രാവശ്യമുണ്ട് 4 എഴുതി. എസ് 4 പ്രാവശ്യമുണ്ട് 4 എഴുതി. പി 2 പ്രാവശ്യമുണ്ട് അത് 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. എം മാത്രമാണ് 1 പ്രാവശ്യം ഉള്ളത്. സോ നമുക്ക് ഇനി നോക്കാം. MISSI മിസിസിപ്പി. ഓക്കെ. അപ്പോൾ 4 4 8 8 1 10 നമ്മൾ എഴുതി. ഒരു അക്ഷരം നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ അത് 11 കിട്ടാൻ വേണം കേട്ടോ. നോക്കിയേ 4 4 8 അതായത് 4 എസും അതുപോലെ 4 ഐയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതി. അപ്പൊ 4 4 8 പിന്നെ 2 പിയും അതും എഴുതി. പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ട് എം എന്ന് പറയുന്നത്. അത് ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. അത് നമുക്ക് എടുക്കണ്ട. റിപ്പീറ്റ് ചെയ്യുന്നില്ല. എം 1 പ്രാവശ്യം മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. 1 പ്രാവശ്യം ആയതുകൊണ്ട് 1 ഫാക്ടോറിയൽ നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1ന്റെ ഫാക്ടോറിയൽ എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ പിന്നെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതാം. എം ഫാക്ടോറിയൽ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ മോളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിന് ഈക്വൽ ആകുകയും വേണം. അപ്പോൾ ലെറ്റേഴ്സ് കറക്റ്റ് ആവണം. കറക്റ്റ് ആയല്ലോ. അപ്പോൾ നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടോറിയൽ 11ന്റെ ഫാക്ടോറിയൽ എത്രയാ? 11 × 10 × 9 × 8 × 7 × 6 × 5 × 4 × 3 × 2. ഓക്കെ. ബൈ റിവേഴ്സ് നമ്മൾ എഴുതി. 11 മുതൽ ഡിസെൻഡിങ് ഓർഡറിൽ 2 വരെ എത്തി. അടുത്തത് 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 × 3 × 2. ഓക്കെ. ഈ 4ന്റെ ഫാക്ടോറിയൽ ആണ് ഈ എഴുതിയിരിക്കുന്നത്. തീർന്നില്ല. അടുത്തതും 4ന്റെ ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പൊ 4 × 3 × 2. വീണ്ടും ആ 4ന്റെ ഫാക്ടോറിയൽ നമ്മൾ എഴുതി. അടുത്തത് അഗൈൻ 2ന്റെ ഫാക്ടോറിയൽ ആണ്. അപ്പൊ 2 × 1. അപ്പൊ 2 മാത്രം എഴുതിയാൽ മതി. 1 തന്നെ എഴുതിയിട്ടില്ല. ഇത്രയുമാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെയാണ്? നമ്മൾ അടിയിലും മുകളിലും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഉണ്ടെങ്കിൽ വെട്ടി ചെറുതാക്കാം. ഓൾറെഡി ഇവിടെ 4 × 3 × 2 നമുക്ക് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് വെട്ടിക്കളയാം. പോയി. ഇനി ഈ ഒരു 2 ഉണ്ട് ഇവിടെ. നമുക്ക് അതിനെ 6 വെച്ച് വെട്ടി അവിടെ 3 എഴുതാം. ഓക്കെ. 3 2s are 6 എഴുതി. വീണ്ടും ഇവിടെ ഒരു 3 ഇതിന്റെ കൂടെ 4 × 3 × 2 ഒരു 3 ഉണ്ട്. ആ 3നെ ഞാൻ ഇപ്പൊ വെട്ടി എഴുതിയ ആ 3 ഒരൊറ്റത്ത് തുടങ്ങി എഴുതി തുടങ്ങിയാൽ അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? ആകെ കൂടി കൊളാവും. എവിടെയൊക്കെ വെട്ടി എന്തൊക്കെ വെട്ടിയില്ല എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അത്രയും വരെ വെട്ടി കഴിഞ്ഞു. ഇനി നോക്കാം. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2ന് നമുക്ക് നിയറസ്റ്റ് ഏതൊക്കെ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ ഏതെങ്കിലും ഉണ്ടാവും നോക്കാം. അത് ഇവിടെ 8 ഉണ്ട്. 2 4s are 8. കണ്ടല്ലോ. അപ്പൊ ഈ രണ്ടും നമ്മൾ ആ 4 കൂടി വെട്ടി. വീണ്ടും നമുക്ക് ലാസ്റ്റ് കിടക്കുന്ന 4 ഇപ്പൊ എഴുതിയ 4 കൂടി നമുക്ക് വെട്ടി ചെറുതാക്കാം. സോ ഡിനോമിനേറ്ററിലുള്ള എല്ലാ സംഖ്യകളും മിക്കവാറും എല്ലാം വെട്ടി തീർന്നു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ന്യൂമറേറ്ററിൽ ഏത് സംഖ്യ ഉള്ളത്? ഒരു 11 ഉണ്ട്. 11 × 10 × 9 × ഒരു 7 × 5. 7 × 5 വെട്ടാത്ത സംഖ്യകൾ 11 എഴുതി, 10 എഴുതി, 9 എഴുതി. വേറെ അല്ലേ? 9 എഴുതി. പിന്നെ 8 വെട്ടി ചെറുതാക്കിയായിരുന്നു. 7 എഴുതി, 7 5. ഇത്രയും മാത്രമേ സംഖ്യകൾ ഇനി റിമൈനിങ് ഉള്ളൂ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര രീതിയിൽ മിസിസിപ്പി എന്ന് പറയുന്ന വാക്ക് നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റുകൾ നടത്താൻ പറ്റും നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യണോ? നോക്കുക. 11 × 10 110 ആണ്. 9 × 7 9 × 7 എത്രയാ? അല്ലെങ്കിൽ 7 × 5 ഏതാ എളുപ്പം എന്ന് വെച്ചാൽ 7 × 5 35. 35 × 9 പിന്നെ 110. ഇതെല്ലാം ഗുണിക്കണം. 110 110ന്റെ കൂടെ ഒരു 9 മൾട്ടിപ്ലൈ ചെയ്താൽ 990 അല്ലേ?
ഓക്കെ, ഇത്രയും വരെ മൾട്ടിപ്ലൈ ചെയ്തു. 919 ഇനി 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 35 0 9 × 5 45, ബാലൻസ് 4, 9 5s are 45, 45 + 4 49. ക്ലിയർ അല്ലേ? 3 0 എഴുതി. 3 × 9 27, ബാലൻസ് 2 27, ഈ ബാലൻസ് 2 കൂടി ചേർത്താൽ 29. 0 5 15 16 9 7 16, ബാലൻസ് 1 10 14 4 ശിഷ്ടം 1 വീണ്ടും 3 34 650 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 34,650 വേസിൽ നമുക്ക് മിസിസിപ്പി എന്ന് പറയുന്ന വാക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നോക്കുക, അറേഞ്ച്മെന്റുകൾ, ക്രമീകരണങ്ങൾ നടത്താൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം ഓഫ് ലെറ്റേഴ്സ് ആയിക്കോട്ടെ സംഖ്യകളായിക്കോട്ടെ, അത് മുകളിൽ എഴുതുക. അതിന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് എത്ര എണ്ണമൊക്കെ ഉണ്ടോ അതെല്ലാം അത്രയും ഫാക്ടോറിയൽസ് തന്നെ നമ്മൾ എഴുതണം. ഇവിടെ S 4 എണ്ണം ഉണ്ടായി എടുത്തു, P 4 എണ്ണം ഉണ്ടായി എടുത്തു, I 2 എണ്ണം P 2 എണ്ണം ഉണ്ടായി, 4 I ഉണ്ടായിരുന്നു, അത് രണ്ടും എല്ലാം എടുത്ത് എഴുതി അതിൻ്റെയൊക്കെ ഫാക്ടോറിയൽസ് എഴുതി നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് അതിനെ ചെറുതാക്കി ചെറിയ ഫോമിലേക്ക് നമുക്ക് കിട്ടിയത് 34,650 വേസിൽ മിസിസിപ്പി എന്ന വേർഡ് വി ക്യാൻ അറേഞ്ച് ചെയ്യാൻ പറ്റും, ക്രമീകരിക്കാൻ പറ്റും എന്നാണ്. അപ്പം നോക്കുക, റിപ്പീറ്റഡ് പെർമ്യൂട്ടേഷൻസിൽ നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഫൈൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓർ ദ നമ്പർ ഓഫ് വേസ് യു ക്യാൻ മേക്ക് യൂസിങ് ദ വേർഡ് സക്സസർ, SUCCESSOR. സക്സസർ എന്ന് പറയുന്ന ഈ ഒരു വേർഡാണെന്ന് വിചാരിക്കുക. ഈ വേർഡ് ഉപയോഗിച്ച് എന്ത് അറേഞ്ച്മെന്റുകൾ, എത്ര അറേഞ്ച്മെന്റുകൾ നമ്മൾ നോക്കിയേ, ഇത് വെച്ചിട്ട് എഴുതി ഇത്ര എണ്ണം. പിന്നെ എന്താ പറയുക, നമ്മളുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ 360 വേസിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ സക്സസർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഈ രീതിയിൽ കേട്ടോ, എത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ടോട്ടൽ എത്ര അക്ഷരങ്ങളുണ്ട് അത് മുകളിൽ എഴുതാം, ഫാക്ടോറിയലായിട്ട് എഴുതാം. ബൈ താഴെ റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്. അപ്പൊ നോക്കിയേ, S റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. 1 2 3, അപ്പൊ 3 ഫാക്ടോറിയൽ എഴുതണം. അടിയിൽ വീണ്ടും C 2 പ്രാവശ്യം ഉണ്ട്, അപ്പൊ C 2 ഫാക്ടോറിയൽ എഴുതണം. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? U 1 പ്രാവശ്യമേ ഉള്ളൂ, E 1 പ്രാവശ്യമേ ഉള്ളൂ, O 1 പ്രാവശ്യമേ ഉള്ളൂ, ആൻഡ് R 1 പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ ഏതാ ഉള്ളത്? 3 S 3 എണ്ണം ഉണ്ട്, 2 C ഉണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അടിയിൽ ടോട്ടൽ എത്ര അക്ഷരങ്ങളുണ്ട് അത് മുകളിൽ കൊടുക്കുക, എന്നിട്ട് ബൈ ഇടുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്, നിങ്ങൾ ചെയ്യുക. അടുത്ത പെർമ്യൂട്ടേഷന്റെ സെക്കൻഡ് ഡിവിഷൻ ആണ് നോൺ റിപ്പീറ്റഡ്. നോൺ റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ അടിയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ. ഇപ്പൊ ഉദാഹരണം എക്സാമ്പിൾ നമുക്ക് നോക്കാം. പെൻ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിരിക്കുകയാണ്, PEN, ആൻഡ് ദർ ഈസ് നോ റിപ്പീറ്റേഷൻ ലെറ്റർ. ഒരു അക്ഷരം പോലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആവർത്തിച്ച് വരുന്നില്ല അല്ലേ. അപ്പൊ ആവർത്തിച്ച് വരുന്നില്ല എങ്കിൽ ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് n ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റഡ് ഫാക്ടോറിയൽസ് അടിയിൽ എഴുതുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റേ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, n ഫാക്ടോറിയൽ കണ്ടാൽ മതി. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മളുടെ എന്താണ്, n ഫാക്ടോറിയൽ മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. n ഫാക്ടോറിയൽ ആണ്. അപ്പൊ എത്രയാണ് നോക്കിയേ, ഇവിടെ 1 2 3 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ 3 ഫാക്ടോറിയൽ കാണാം. 3 ഫാക്ടോറിയൽ means 3 × 2 × 1, that is 6 ways we can arrange the letters PEN to make. എത്ര തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. എത്ര തരത്തിൽ നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കുക. PEN എന്ന് നമുക്ക് എഴുതാം, പിന്നെ എന്താ എഴുതാം, NPE എന്ന് എഴുതാം, പിന്നെ EPN എന്ന് എഴുതാം അല്ലേ. പിന്നെ നടുക്ക് നമുക്ക് N വരുന്ന രീതിയിൽ PNE എന്ന് എഴുതാം. ഇത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് വി ക്യാൻ അറേഞ്ച് ഓൺലി 6. 6 രീതിയിൽ എഴുതാനേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ കണ്ടെത്തി നോക്കുക. അതിൽ കൂടുതൽ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്താലോ. സ്മാർട്ട് എന്ന് പറയുന്ന വാക്ക് SMART. അക്ഷരങ്ങളൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1 2 3 4 5 അക്ഷരങ്ങളാണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് 5. 5ന്റെ ഫാക്ടോറിയൽ 5 × 4 × 3 × 2 × 1, 5 × 4 20, 3 × 2 6, 20 6, 20 × 6 120. എളുപ്പം ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 120 വേസിൽ നമുക്ക് സ്മാർട്ട് എന്ന് പറയുന്ന വാക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ 2 രീതിയിലുള്ള, ഇനി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ. റിപ്പീറ്റഡിന് മാത്രമേ ഇച്ചിരി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നത് അടിയിൽ ബൈ ഇട്ട് എഴുതണം. അപ്പോൾ നമുക്കറിയണം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ n ഫാക്ടോറിയൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ സംഖ്യയുടെ ഫാക്ടോറിയൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എത്രയെന്നാണ് തുടങ്ങണേ അവിടെ തുടങ്ങി അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ 1 വരെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസിൽ നമ്മൾ ചെയ്യാം.
ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇന്ന് എടുത്തതൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു. പെർമ്യൂട്ടേഷനിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റുകൾ കാണുന്നത്, അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷനെ സൗകര്യപ്രദമായിട്ട് രണ്ട് രീതിയിലാണ് കണ്ടത്. ഒന്ന് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വേർഡുകൾ ഫോം ചെയ്തിട്ട് അതിന് വരുന്ന അറേഞ്ച്മെൻറ്റും, മറ്റൊന്ന് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഇല്ല, ഏതെങ്കിലും ഒരു ലെറ്റർ പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആവർത്തിക്കാതെ വരുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള അറേഞ്ച്മെൻറ്റുകൾ എങ്ങനെ ചെയ്യും. ഒന്ന് n ഫാക്ടോറിയൽ, ഇവിടെ n ഫാക്ടോറിയൽ ബൈ ദ റിപ്പീറ്റഡ് ഫാക്ടോറിയൽസ് കേട്ടാ ഇവിടെ താഴെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്, നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം. കൂടാതെ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാറുണ്ടല്ലോ, അതും നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.